നന്ദിയാണ് എനിക്കത് പറയാനുള്ളത്. പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. കാരണം ഞാൻ ഏറ്റവും സംസാരിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു ദിവസമായിരുന്നു ഇന്ന്, വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചായിരുന്നു. സംഭവിച്ചിരിക്കുകയാണ്. ദൈവത്തിന് നന്ദി. ഇത് സാക്ഷാത്കരിക്കാൻ എൻ്റെ കൂടെ എനിക്ക് ഏറ്റവും ആദ്യം നന്ദി പറയാൻ കടപ്പാടുള്ളതും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ അഷർ അമീറും റിയാസ് കെ മുഹമ്മദ്. അവർ ഈ പ്രോജക്റ്റ് കട്ടക്ക് കൂടെ നിന്നുകൊണ്ടാണ് ഈ പ്രോജക്റ്റ് നടന്നതും അവർ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഒരു ഡയറക്ടറാകാൻ പറ്റിയത്. ആദ്യം ഞാൻ അവരോട് എൻ്റെ കടപ്പാടാണ് അറിയിക്കുന്നത്. എല്ലാം ഞാൻ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് അഷർ, താങ്ക് യു സോ മച്ച് റിയാസ് കെ മുഹമ്മദ്, ആലിയ, നീതു, എല്ലാവർക്കും നന്ദി. പിന്നെ ഈ പ്രോജക്റ്റ് ഇത് എല്ലാം റെഡിയാക്കി തരാൻ എൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടെല്ലാം സെറ്റ് ചെയ്തതിനും എന്നെ സഹായിച്ച എൻ്റെ ഗുരുവിനായ എൻ്റെ പ്രിയപ്പെട്ട അമ്പുക്ക, ഡോക്ടർ അൻവർ റഷീദ്, അദ്ദേഹത്തോട് നന്ദി പറയുകയാണ്. പിന്നെ അമൽ സാറും ഞാനൊരു പടം ചെയ്യണമെന്ന് ഒരുപാട് വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അമൽ നീർ സാറിനും നന്ദി പറയുന്നു. പിന്നെ സിദ്ദീഖ് നേരത്തെ പറഞ്ഞ പോലെ ഓരോ സിനിമ അല്ലെങ്കിൽ കഥ പ്ലാൻ ചെയ്യുമ്പോഴും അതിന് സിദ്ദീഖിന് ഒരു വേഷം ഉണ്ടാവും. ഞാൻ പോയി പല പല കഥകൾ പറയും, ക്യാരക്ടർ പറയും, അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ ഇത് അതിൽ സംഭവിച്ചു. സിദ്ദീഖിനെ വെച്ച് ഒരു പടം ചെയ്യാൻ കഴിഞ്ഞ എനിക്ക് ഭയങ്കര ഭാഗ്യമുണ്ട്, സന്തോഷം. പിന്നെ DOP വിഷ്ണു തണ്ടാശ്ശേരി, അദ്ദേഹം എൻ്റെ കൂടെ കുറേ നാൾ വീട്ടിൽ താമസിച്ചത് തന്നെ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്തതിനാണ് ഇതിൻ്റെ എൻ്റെ കൂടെ വർക്ക് ചെയ്തതും ഞാൻ ഉദ്ദേശിച്ച ലെവലിൽ തന്നെ അലാലുമേൽ എനിക്കത് എടുത്തു തരാൻ സാധിച്ചിട്ടുണ്ട്. താങ്ക് യു വിഷ്ണു തണ്ടാശ്ശേരി. ഇന്നത്തെ ഇവൻ്റ് മ്യൂസിക്കിലാണോ? അപ്പോൾ തീർച്ചയായും ഗോപിച്ചേട്ടനോട് ഞാൻ ഇതുപോലെ നേരത്തെ ഒരു പാട്ടൊക്കെ നേരത്തെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പടത്തിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റി. ചേട്ടൻ ഏറ്റവും മനോഹരമായ ഒരു 4 ഗാനങ്ങൾ എനിക്ക് തന്നു. ഞാൻ പറഞ്ഞത് ചേട്ടനത് തന്നു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിരുന്നു. അധികം കറക്ഷൻ ഒന്നും വന്നിട്ടില്ല. ഞാൻ പറയുന്നത് ചേട്ടൻ കേട്ടിരുന്നു, കൃത്യമായി ചെയ്തു. ഏറ്റവും നല്ല പാട്ടുകൾ തന്നതിന് ഗോപിച്ചേട്ടൻ നന്ദി. പിന്നെ വിവേകർഷൻ, എഡിറ്റർ വിവേകർഷൻ, സമീറ സനീഷ്, ജോസഫ് നെട്ടൻ, ആർട്ട് ഡയറക്ടർ ജോസഫ് നെട്ടൻ, അങ്ങനെ എല്ലാവരും. പിന്നെ മാത്യുവിനോടാണ് ഞാൻ ഈ കഥ ആദ്യം പറയുന്നത്. മാത്യു കഥ കേട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു ഇതെല്ലാം ഹാപ്പിയാണ്, നമുക്ക് ചെയ്യാം. അങ്ങനെ മാത്യു ഞങ്ങൾ ഈ പ്രോജക്റ്റ് തുടങ്ങി. പിന്നെ ഇവിടെ വിശിഷ്ടാതിവന്ന ജോജു ഞാനും ഇതുപോലെ കുറേ പടങ്ങൾ 1-2 പടങ്ങളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലും പുറത്തൊരുപാട് സുഹൃത്തുബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ജോജു എത്തിച്ചേർന്നു. ജോജുവിനും നന്ദി.